കാലത്ത് പ്രേക്ഷകരെ ഞെട്ടിച്ച പെർഫോമൻസ് സംശയമില്ല, അത് വിശാഖ് നായരുടേതാണ്. സമീപകാലത്ത് ഇറങ്ങിയ സിനിമകളിൽ ഗംഭീര റിപ്പോർട്ടുമായി ബോക്സ് ഓഫീസിൽ മുന്നേറിയ സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ചിത്രത്തിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച കുഞ്ചാക്കോ ബോബൻ മികച്ച പ്രകടനത്തിലൂടെ കയ്യടി നേടി. ഇന്നലെ രാത്രി ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട്. ആ സിനിമയിൽ അതിനൊപ്പം മികച്ചു നിന്ന മറ്റൊരു പെർഫോമൻസിലൂടെ വിശാഖ് നായർ കട്ടയ്ക്ക് നിന്നു. ക്രിസ്റ്റോ സാവിയോ എന്ന കഥാപാത്രം വില്ലനസത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒന്ന്. നായകനെ വിറപ്പിക്കുന്ന വില്ലനായി നിറഞ്ഞാടുകയായിരുന്നു വിശാഖ്. ചിത്രം കണ്ടവരൊക്കെ ഏതാണ് ഈ നടൻ എന്ന് ചോദിക്കും മട്ടിൽ എക്സലന്റ് ആയിരുന്നു വിശാഖിന്റെ ആക്ടിംഗ്. ഫസ്റ്റ് ഹാഫിന്റെ അവസാന നിമിഷങ്ങളിലായിരുന്നു ക്രിസ്റ്റോ സാവിയുടെ എൻട്രി. ആ നിമിഷം തൊട്ട് അങ്ങോട്ട് ചിത്രത്തിന്റെ രീതികൾ വേറൊരു ഘട്ടത്തിലേക്ക് കടന്നു. ലഭിച്ച കഥാപാത്രത്തിന്റെ ഉള്ളു കണ്ടെത്തി വേറൊരു ലെവലിലേക്ക് വിശാഖ് കൊണ്ടുപോയത് അസാമാന്യ പാടവത്തോടെയാണ്. മലയാള സിനിമ ഈ നടനെ ഉപയോഗപ്പെടുത്താൻ എന്തേ ഇത്ര വൈകി എന്ന് നിശ്ചയമായും ചോദിക്കേണ്ടി വരും. വിശാഖ് സിനിമയിൽ തുടക്കം കുറിച്ചത് ആനന്ദത്തിൽ, വർഷം 2016. 9 വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് ആ നടന്റെ ടാലന്റ് അറിയാൻ കഴിഞ്ഞത്. കുടുംബത്തിൽ പിറന്ന കോളേജൊക്കെ 10-15 ദിവസമായി കൊടുക്കുമ്പോൾ നമ്മുടെ കൂറ കോളേജാകെ 4 ദിവസം നിൽക്കണം. 4 ദിവസം. ആനന്ദത്തിൽ എൻട്രി വേറൊരു തരത്തിലായിരുന്നു. ഹ്യൂമറസ് എന്ന് പറയാവുന്ന കുപ്പി എന്ന കഥാപാത്രം. അടുത്തിടെ ബോളിവുഡിലും വിശാഖ് തുടക്കം കുറിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റർ മിതാലി രാജിന്റെ ബയോപിക് സബാഷ് മിത്തുവിലൂടെ വിശാഖിന്റെ എൻട്രി. കങ്കണ സംവിധാനം ചെയ്ത എമർജൻസിയിൽ സഞ്ജയ് ഗാന്ധിയുമായി ദേഷ്യമിട്ടു. अपनी कुर्सी की रक्षा करना तुम लोगों का कर्तव्य है. एक बार छोड़ दी तो गई. ഇനിയും വിശാഖിന് ഗംഭീര കഥാപാത്രങ്ങൾ കിട്ടട്ടെ. Hello, officer.